അവർക്കൊരു ഫാത്തിഹ ഓതിയ അവരെ ദുആൻ ബർക്കത്തുണ്ട്. എന്നാൽ നമ്മളിപ്പോൾ ഫാത്തിഹ ഓതിയാക്കാണ് അസ്ഹാബുൽ ബദരീങ്ങൾക്കാണ് നിങ്ങൾ മനസ്സിലാക്കണം. എവിടെ കിടക്കും ഒരു വലിയും ഒരു സാബിയും, സാധാരണ ഒരു സാബിയും വലിയുമായിട്ട് എത്ര ബർക്കത്താണ്. നക്ഷത്രവും സൂര്യൻ തമ്മിലുള്ള വ്യത്യാസം വരില്ല. ഒരു സാബിയും വലിയും അത്രക്കും വലിയ താഴെയാണ്. എന്നാൽ അതുപോലെയല്ല, ഇത് സഹാബത്തിൽ നിന്ന് ഏറ്റവും ഉയർന്ന കിരൾ നിൽക്കുന്നവരാണ് ബദരീങ്ങൾ. ആ ബദരീങ്ങളെ പേര് ചൊല്ലി അവർക്കുള്ളതായ പേര് ചൊല്ലൽ വിഭാഗത്താണ്. അറിയോ എത്ര മഹാന്മാർ ബേരാങ്ങളെ പേര് ചൊല്ലിയവല്ല, ബദരീങ്ങളെ പേര് ചൊല്ലുക എന്നുള്ള വിഭാഗത്തായിട്ടാണ് അവർക്ക് ഔലിയാക്കന്മാർ. നമ്മൾ ഇന്ന കസീറമെന്നല്ല ഔലിയായി ലം തഹസുല്ലഹുൽ വിലായത്തില്ലാ ബിറാഅത്തി അസ്മാഇ എന്നല്ല പറഞ്ഞു. പെരുത്ത ഔലിയാക്കൾക്ക് ഔലിയാക്കളായത് ബദരിയെ ചൊല്ലിട്ടാണ്. ബഹുമാനപ്പെട്ട വൈദ്യർ തന്നെ പറഞ്ഞു, പെരുത്ത പേർക്ക് വിലായത്തെത്തി മുഫദ്ദലാം വലിയാക്കളാൽ എന്നല്ല പറഞ്ഞു. പെരുത്ത പേർക്ക് വിലായത്തെത്തി മുഫദ്ദലാം വലിയാക്കൾ. മോയിൻകുട്ടി വൈദ്യർ തന്നെ പാട്ടിന് തുറക്കത്ത് പറഞ്ഞു. ഇവിടെ ബദർ മൗലൂദിന് ഇന്ന കസീറം മിനൽ ഔലിയായി ലം തഹസുല്ലഹുൽ വിലായത്തില്ലാ ബിറാഅത്തി അസ്മാഇ. അതാണ് ബദരീങ്ങൾ. ബദരീങ്ങളുടെ പേരിൽ ഇവരെ പേര് ചൊല്ലി അവർക്ക് ജാസിനോദി അവരുടെ ഫാത്തിഹ ഓതുവായിരുന്നാൽ അവരുടെ ദുആയും ബർക്കത്തും മാത്രമല്ല, ബദരീങ്ങൾ മറ്റുള്ള ആളുകളെ പോലെയല്ല. അവരാരാണ്? അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടവർ മരിച്ചവരെ നിങ്ങൾ വിചാരിക്കരുത്. അള്ളാഹു പറയാണ് സുഹൃത്ത് മക്കളെ നോക്കുക, അൽ മക്കളെ നിങ്ങൾ വിചാരിക്കരുത് അവർ മരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നതാണ്. പക്ഷെ നമ്മുടെ കരുത്തും നമ്മൾക്കുള്ളതായിരിക്കുന്ന നീയത്തും പോലെയാണ് നമുക്ക് സഹായവും നമ്മൾക്കുള്ള എല്ലാം കിട്ടുക. ആ വിശ്വാസം നമ്മുടെ വിശ്വാസം പോലെയാണ് എല്ലാതെ. അതുപോലെയാണ് ബദരീങ്ങളെ ഏതരത്തിലും വിളിക്കുന്ന അവർ ഹാജരാകും എന്ന് പറഞ്ഞാൽ വിശ്വാസം പോലെ ഇപ്പൊ അന്ധവിശ്വാസം കൂടി നിന്നുക. ബദരീങ്ങൾ മറ്റു പോലും വന്നാൽ ഇവിടെ വിളിച്ചിട്ട് അവരുങ്ങ എന്ന വിശ്വാസത്തിനാണ് ആടിനോ വിളിച്ചാൽ വെളിവരോ വരില്ല, എത്തുകയില്ല. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പദവി കൊടുത്തിട്ടുണ്ട്.